സീനിയർ ജേർണലിസ്റ്റ് രവി മേനോൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. എൻ്റെ തലക്കെട്ട് പ്രബുദ്ധ കോവളം വാഴുക. സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ ഗേറ്റ് തുറക്കാൻ ഇത്തിരി വൈകിയതിൻ്റെ പേരിൽ വീട്ടുകാവൽക്കാരനെ ഗൃഹനാഥൻ ചവിട്ടിക്കൊന്ന വാർത്ത എഡിറ്റ് ചെയ്ത് തലക്കെട്ടിടാൻ കിട്ടിയത് 1980കളുടെ അവസാനം. അന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഇത്രയൊക്കെ കോപിഷ്ഠനും ക്രൂരനുമാകാൻ കഴിയുമോ മലയാളിക്ക്? ഇന്നിപ്പോൾ നാട്ടുനടപ്പായി അത്തരം വാർത്തകൾ. ദിനം പ്രതിയെന്നോണം കോപിഷ്ഠന്മാർ പെരുകി വരുന്ന നാട്ടിൽ പ്രബുദ്ധ കേരളത്തെ പ്രബുദ്ധ കോവളം എന്ന് വിളിക്കേണ്ട അവസ്ഥ. ടയർ ഉരുട്ടി കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ശരീരത്തിൽ തട്ടിപ്പോയതിൻ്റെ പേരിൽ കുട്ടിയെ അടിച്ചവശനാക്കുന്നു. ചായ ഓർഡർ ചെയ്തത് കിട്ടാൻ വൈകിയതിൻ്റെ പേരിൽ സപ്ലയറുടെ മുഖത്തേക്ക് സമോവറിൽ നിന്ന് തിളച്ച വെള്ളം എടുത്തൊഴിക്കുന്നു. കൂർക്കം വലിച്ചതിൻ്റെ പേരിൽ ഭാര്യ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ബ്രാൻഡിക്കുപ്പി നിലത്തിട്ട് പൊട്ടിച്ചതിൻ്റെ പേരിൽ അച്ഛൻ മകളെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുന്നു. കാർ റിവേഴ്സ് എടുക്കുമ്പോൾ ചെളി തെറിച്ചതിൻ്റെ പേരിൽ ഡ്രൈവറെ വലിച്ച് പുറത്തിട്ട് ഇരുമ്പ് പാര കൊണ്ട് അടിച്ചവശനാക്കുന്നു. രാവിലത്തെ ചായ വൈകിയതിൻ്റെ പേരിൽ ഭാര്യ ചപ്പാത്തിക്കോല് കൊണ്ട് അടിച്ച് തല പൊട്ടിക്കുന്നു. മൊബൈൽ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഡിലീറ്റ് ആയിപ്പോയതിൻ്റെ പേരിൽ അച്ഛൻ മകനെ ഒരാഴ്ച പട്ടിണിക്കിടുന്നു. ബീഫ് ചില്ലിയിൽ ബീഫ് കുറഞ്ഞു പോയതിന് ചായക്കടയുടെ ചില്ല് ജനാലകൾ അടിച്ച് തകർക്കുകയും പ്ലേറ്റുകളും ഗ്ലാസുകളും റോഡിലേക്ക് എറിഞ്ഞ് തകർക്കുകയും ചെയ്യുന്നു. അടുത്ത കാലത്തായി പത്രങ്ങളിൽ വായിച്ച വാർത്തകളാണ്. കേൾക്കുമ്പോൾ തോന്നുന്നു ഇതൊക്കെ കൊട്ടേഷൻ പണികളാണെന്ന്. അല്ല, എല്ലാം ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ, മാനുഷിക വികാരങ്ങളുടെ സ്വാഭാവിക ബഹിർസ്ഫുരണം. ഇങ്ങനെയാണ് രവി മോഹനൻ എഴുതുക. ശരിക്കും ആലോചിച്ച് നോക്കിയേ, നമ്മൾ മലയാളികൾ പെട്ടെന്ന് കോപിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. ഓരോ ദിവസം പത്രം എടുത്താൽ മനസ്സിലാവും, വളരെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ എന്തോരം ക്രൈമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എൻ്റെ ഹോസ്പിറ്റൽ ഇഷ്യൂ പറയുന്നു, പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്നതല്ല നിങ്ങൾ അശുദ്ധനാക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്?